ഹായ്, അസ്സലാമു അലൈക്കും. 1-ാം ക്ലാസ്സിൻ്റെ അറബിക് പാഠഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? അസദിനെ പഠിച്ചു അല്ലേ? അസദൻ പറഞ്ഞാൽ എന്താ? സിംഹം. ഹുറൂഫ് ആട്ടിൻകുട്ടി അല്ലേ? ആട്ടിൻകുട്ടിനെ കൊണ്ട് എന്ത് ചെയ്യാണ് അസദ്? ആട്ടിൻകുട്ടീൻ്റെ വീട്ടിലേക്ക് പോവാണല്ലേ? എനിക്ക് വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞാണല്ലേ? അപ്പോൾ ബൈത്തിനൊക്കെ നല്ല കളർ കൊടുത്തില്ലേ? ഇനി നമുക്ക് അടുത്ത പേജ് എടുക്കാം അല്ലേ? നമ്മൾ എടുക്കാനുള്ള പേജ് എടുക്കാം. ഓക്കെ, ഈ പിക്ചറിൽ നമ്മൾ എന്താ കാണുന്നത്? അസദും ഹുറൂഫും കൂടെ ഇങ്ങനെ നടന്നു വരികയാണ് അവരുടെ വീട്ടിലേക്കല്ലേ? ഹുറൂഫിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ അബി അബി എന്ന് വിളിക്കുന്നുണ്ട് അല്ലേ? എൻ്റെ ഉപ്പ എന്ന് വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ഓടി വരികയാണ് ആര്? ഹുറൂഫ്. അപ്പോയോ യാ ബുനയ്യ എന്ന് പറയുന്നുണ്ട്. യാ ബുനയ്യ, എൻ്റെ മകനെ എന്ന് വിളിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ അസദിനെ കണ്ടപ്പോൾ അവൻ അമ്മ ചോദിക്കുകയാണ്, മൻ ഹാദ, ഇത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? അപ്പം ഹുറൂഫ് എന്താ മറുപടി കൊടുക്കുന്നത്? ഹാദ അസദൻ, ഹാദ അസദൻ, ഇതൊരു അസദാണെന്ന് പറയുന്നുണ്ട് അല്ലേ? താല. അപ്പം അമ്മ പറയുന്നുണ്ട്, പിന്നെ അവൻ ഉമ്മാനെ വിളിക്കുന്നുണ്ട് അല്ലേ? ഉമ്മി ഉമ്മി എന്ന് വിളിക്കുന്നുണ്ട് അല്ലേ? ഉമ്മി ഉമ്മി. അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി, എൻ്റെ മകനെ തിരിച്ചു കിട്ടിയതിലല്ലേ? അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിംഹം പറയും സ്വബാഹൽ ഹൈർ. അപ്പോൾ സിംഹം എന്താ പറയണത്? സ്വബാഹൽ ഹൈർ അല്ലേ? അപ്പോൾ അവർ സ്വബാഹന്നൂർ എന്നും പറയുന്നുണ്ട് അല്ലേ? സ്വബാഹൽ ഹൈർ എന്ന് പറഞ്ഞത് എന്താ? നമ്മളൊരാളെ കാണുമ്പോൾ നമ്മൾ എന്താ പറയുക? ഗുഡ് മോർണിംഗ്. അപ്പോൾ തിരിച്ചു ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് അല്ലേ? അഹ്ലൻ അഹ്ലൻ അല്ലേ? അവർ സ്വാഗതം ചെയ്യുകയാണല്ലേ? അസദിനെ അവരെന്ത് ചെയ്യുന്നു? സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഹുറൂഫ് അവർ കാണിച്ചു കൊടുക്കുകയാണ്, ഹാദാ അഹി, ഇത് എൻ്റെ സഹോദരനാണ് എന്നല്ലേ? സഹോദരനാണെന്ന് പറഞ്ഞിട്ട് അവർ അസദിന് കാട്ടി കൊടുക്കുകയാണല്ലേ അവൻ്റെ സഹോദരനെ. ഹാദാ അഹി, അഹി എന്ന് പറഞ്ഞാൽ സഹോദരൻ, ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞല്ലേ? പിന്നെ എന്താ ഹുറൂഫ് പറയണത്? ആദിഹി ഉഹ്തി അല്ലേ? ഇത് എൻ്റെ സഹോദരിയാണെന്നാണല്ലേ? ഇത് ആദിഹി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? സ്ത്രീലിംഗം ആയതുകൊണ്ട് അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്? ഹാദിഹി ഉഹ്തി എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ആഹി എന്ന് പറഞ്ഞാൽ സഹോദരൻ, ഉഹ്തി എന്ന് പറഞ്ഞാൽ സഹോദരി എന്ന് പറയുന്നല്ലേ? പിന്നെ എന്താ നിങ്ങൾ അടുത്ത പിക്ചറിൽ എന്താ കാണുന്നത്? അവർ അസദിനെ സൽക്കരിക്കുകയാണ് അല്ലേ? എന്തൊക്കെയാണ് അസദിൻ്റെ മുന്നിൽ കാണുന്നത്? പപ്പായ കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഈത്തപ്പഴം കാണുന്നുണ്ട്, അതുപോലെ പൈനാപ്പിൾ കാണുന്നുണ്ട് അല്ലേ? അസദിന് വേണ്ടിയിട്ട് അവർ ഒരുക്കിയതാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താ പറയണത്? അവർ അസദിന് കാട്ടി കൊടുക്കുകയാണ്, ഹാദ ബബായ. എന്താ ബബായ പറഞ്ഞാൽ എന്താ? പപ്പായ. പിന്നെ ഹാദ അനാനാസ്, ഇത് പൈനാപ്പിളാണ്. അവരിങ്ങനെ അസദിന് കാട്ടി കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. ഹാദ തമ്ര, ഇത് ഈത്തപ്പഴമാണ് അല്ലേ? അപ്പം അതൊക്കെ അസദിന് വേണ്ടിയിട്ട് അവർ ഒരുക്കിയതാണ്. പിന്നെ എന്താ അടിയിൽ 3 ചിത്രങ്ങൾ കാണുന്നുണ്ടല്ലേ? നിങ്ങൾ കണ്ട ചിത്രങ്ങൾ തന്നെയാണ് അല്ലേ? തമ്രുണ്ട്, പിന്നെ ബബായ ഉണ്ട്, അനാനാസ് ഉണ്ട്. എൻ്റെ കൂടെ ഒന്ന് വായിക്കൂ. തമ്ര, ബബായ, അനാനാസ്. ഒന്നും കൂടെ പറയൂ. തമ്ര, ബബായ, അനാനാസ്. അനാനാസ് പറഞ്ഞാൽ എന്താ? പൈനാപ്പിൾ. ബബായ എന്ന് പറഞ്ഞാലോ പപ്പായ. തമ്പ്ര എന്ന് പറഞ്ഞാലോ ഈത്തപ്പഴം. ഓക്കെ, അടുത്ത പിക്ചറിൽ എന്താ കാണുന്നത്? സിംഹം മടങ്ങി പോവാണല്ലേ? ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് സിംഹം സന്തോഷത്തോടു കൂടി മാസലാമ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ സിംഹം മടങ്ങി പോവാണ് സന്തോഷത്തോടു കൂടി. അവരൊക്കെ നോക്കി നിൽക്കുന്നുണ്ടല്ലേ? ഹുറൂഫിൻ്റെ അബി ഉമ്മി അവരൊക്കെ ഹുത്തി അഹി ഒക്കെ പഠിച്ചതല്ലേ? അവരൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മാസലാമ എന്ന് പറഞ്ഞിട്ട് പോവാണ്. അടുത്തത് എന്താണ്? നസിലു ബിൽ മുനാസിബ്. ഒരു ഭാഗത്ത് ആ എന്നും ഒരു ഭാഗത്ത് ഊ എന്നും കാണുന്നുണ്ടല്ലേ? പിന്നെ അവിടെ ഒരു ഉമ്മ ഉപ്പ എന്തൊക്കെ ചിത്രമാണ് കാണുന്നത്? ഒരു ഉമ്മയെയും ഉപ്പയെയും ഒരു 2 മക്കൾ കാണുന്നുണ്ടല്ലേ? ഒരു മകനെയും ഒരു മകളെയും അല്ലേ? സഹോദരനെയും സഹോദരിയെയും കാണുന്നുണ്ട്. ഇത് ആക്ക് യോജിച്ചത് ഇതിൽ നിന്ന് എടുത്തെഴുതുക, അതുപോലെ തന്നെ ഊക്ക് യോജിച്ചത് ഇതിൽ നിന്നും വരക്കുക. ഇത് നിങ്ങൾ സ്വയം ചെയ്യുക കേട്ടോ. നമ്മൾ കുറേ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങളിത് സ്വയം ചെയ്യുക.
ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.